ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് പിന്നെയും ഒരു അവസരം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാൻ തക്കോണം നമ്മളെ ഇടയാക്കിയിരിക്കുകയാണ്. ഇന്ന് എപ്പിസോഡ് 5 നമ്മൾ പഠിക്കുകയാണ്. എപ്പിസോഡ് 5 നമ്മൾ നേരത്തെ പഠിച്ച ആ കാര്യത്തിനെ തുടർന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. എന്ത് പറഞ്ഞായിരുന്നു? അതായത് ദൈവം മനുഷ്യനെ ഒരു യുണീക്ക് പേഴ്സണായിട്ട് ഉണ്ടാക്കി. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് ഒരു സകല ജീവജാലങ്ങളിൽ നിന്നും വ്യത്യാസമായിട്ടാണ് ദൈവം ഉണ്ടാക്കിയത്. അവന് ദൈവത്തിൻ്റെ ബുദ്ധിയും ദൈവത്തിൻ്റെ ജ്ഞാനം കൊടുത്തു. അതായത് എങ്ങനെ എഴുതിയിരിക്കുന്ന അവനെ പോലെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അവൻ ഒരു പിതാവ് ഒരു പുത്രനെ ജനിപ്പിക്കുമ്പോൾ ആ പിതാവിൻ്റെ കൂട്ടാണ് ഇരിക്കുന്നത്. ആ പിതാവിനുള്ള എല്ലാ ഗുണങ്ങളും പുത്രനുണ്ട്. അതേപോലെ പിതാവായ ദൈവം നമ്മളെ ജനിപ്പിച്ചപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്കുണ്ട്. അത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അല്ലാതെ നമ്മളെ ഒരു മൃഗമായിട്ടല്ല സൃഷ്ടിച്ചത്. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, മൃഗങ്ങൾക്ക് അതിന് ദൈവം ബുദ്ധി കൊടുത്തിട്ടുണ്ട്, അതിന് ജ്ഞാനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് സംസാരിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ കാര്യങ്ങളെ ചിന്തിപ്പാൻ ഗ്രഹിപ്പാൻ തക്കമുള്ള കഴിവ് അവന് കൊടുത്തിട്ടില്ല. അത് ഈ ലോകത്തിൽ വന്നു, ഈ ലോകത്തിൽ ജീവിച്ചു, ഈ ലോകത്തിൽ മരിച്ചു. അതിന് അറിയാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ നോക്കുന്നവനെ അവൻ എൻ്റെ നന്ദി കാട്ടും. അതിന് നിങ്ങളൊരു പട്ടിയെ എടുത്തു കഴിഞ്ഞാൽ പട്ടിയെ ഞങ്ങൾ അതിന് ആഹാരം കൊടുത്ത് നോക്കുക. ആ ആഹാരം കൊടുക്കുന്നതിന് നന്മ അത് എപ്പോഴും കാണിക്കും. അവൻ വാലാട്ടിക്കൊണ്ട്, അത് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ പറയുന്ന എല്ലാം അത് കേൾക്കും. ഈവൻ നമ്മൾ അതിനെ അടിച്ചാൽ പോലും അത് തിരിച്ചടിക്കത്തില്ല. അതിനെ കാണുന്നറിയാമോ? അതിനറിയാം ഇത് എൻ്റെ ഉടമസ്ഥനാണ്, അത് എന്നെ കാര്യമില്ലാതെ അടിക്കുകയില്ലെന്ന്. അതേപോലെ തന്നെ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ദൈവം നമ്മളെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? മനുഷ്യനായിട്ട് സൃഷ്ടിച്ച, മൃഗമായിട്ടല്ല. നമുക്ക് നന്ദി കാണിക്കേണ്ടത് വാലാട്ടിയല്ല. നമ്മൾ നന്ദി കാണിക്കേണ്ടത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ സ്തുതി സ്തോത്രങ്ങളാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയോ വലുതാണെന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കുക. ദൈവം നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും തന്നു. അതിനെപ്പറ്റിയൊക്കെ ഞാൻ നേരത്തെ വിവരിച്ചായിരുന്നു. എന്നാൽ നമ്മൾ ഓർക്കേണ്ടി, നമുക്ക് അത്രയ്ക്ക് നന്മ തന്ന നമ്മുടെ ദൈവം, നമ്മുടെ ആവശ്യങ്ങൾ സകലവും നിറവേറ്റി തന്ന ദൈവം, അത് മാത്രമല്ല നമുക്കൊരു തുണ വേണോ എന്ന് ദൈവത്തിന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കൊരു നല്ല തക്കതായ തുണ തന്ന ദൈവം, അല്ലെങ്കിൽ നമുക്കൊരു കൂട്ടിനല്ല ദൈവം നമ്മളെ ഏകനായിട്ട് വിടാതെ ദൈവം നമ്മുടെ കൂടെ ഇല്ലാത്ത സമയത്ത് നമ്മുടെ കൂടെ ഇരിപ്പാൻ തക്കോണം ഒരു തുണയായിട്ട് ഒരു സ്ത്രീയെ തന്നു. അത് നമ്മൾ ആ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ്? അവൻ സന്ധ്യാസമയങ്ങളിൽ അല്ലെങ്കിൽ ശാന്തതയുള്ള സമയത്ത് അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്ത് അവൻ വന്ന് ആദാമിനോട് സംസാരിക്കുകയും ആദാമിനോട് വർത്തമാനം പറയുകയും ആദാമിനോട് സമയം ചെലവാക്കുകയും ചെയ്യരുത്. അന്നേരം ദൈവം അവൻ്റെ കൂടെ ചെലവഴിക്കാൻ വേണ്ടി ഒരു സമയം കണ്ടെത്തിയിരുന്നു. ആ സമയം കണ്ടെത്തി അവൻ മനുഷ്യനോട് കൂടെ ഇരുന്ന് മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും നോക്കി അവന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ദൈവം ഉണ്ടാക്കി. എന്താണ് ദൈവം ഉണ്ടാക്കാഞ്ഞത്? ഞാൻ പറഞ്ഞു, ആഹാരം, തുണിയുടെ ആവശ്യമുണ്ട്. തുണിക്ക് പകരം ദൈവം തേജോമയമായ നമുക്ക് ശരീരം തന്നു. അതുകൊണ്ട് നമ്മൾ നഗ്നത കാണാതെ വണ്ണം അത് മറഞ്ഞിരുന്നു. അത് മാത്രമല്ല, ദൈവം നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ദൈവം തന്നു. മൃഗങ്ങൾക്ക് നഗ്നത മറയ്ക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? നിങ്ങൾ ഏതെങ്കിലും മൃഗത്തെ നഗ്നത മറച്ച് കാണിട്ടുണ്ട്? എന്നാൽ ദൈവം മനുഷ്യനെ മാത്രമേ ഉള്ളൂ നഗ്നത മർപ്പിച്ചത്. അവൻ നമ്മൾ പിന്നെയും വായിക്കുന്നുണ്ട്. നമ്മൾ 2-ാം അധ്യായം കഴിഞ്ഞ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് എന്തോന്നോ, ആദാം പാവം ചെയ്ത് കഴിഞ്ഞിട്ട് അവനെ മറഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? ഞാൻ നഗ്നനാണ്. ആ നഗ്നനാണെന്ന് പറയാനുള്ള ബുദ്ധി എവിടുന്ന് കൊടുത്തു?
അത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അതാണ് അവൻ പറയുന്നത് നഗ്നനാണ്. അവൻ നഗ്നനാണെന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ ഇല തുന്നിക്കൂട്ടി ഒരു വസ്ത്രം ഉണ്ടാക്കി. അത് അപ്പോഴേ ഉണങ്ങിപ്പോയി. എന്നാൽ ദൈവം ചെയ്തെന്നറിയാമോ? ആ നഗ്നത മറപ്പാൻ തക്കോണം ഒരു മൃഗത്തെ കൊന്ന അതിൻ്റെ തോൽ ഊരി ആ തോല് കൊണ്ട് അവനൊരു വസ്ത്രം ഉണ്ടാക്കി കൊടുക്കും. എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ കരുതൽ നമ്മൾ നോക്കിക്കുക. അങ്ങനെയുള്ള ദൈവത്തെ നമ്മൾ ദൈവത്തെ മാനിക്കണോ വേണ്ടായോ എന്ന് ആര് ചിന്തിക്കണം? നമ്മളാണ് ചിന്തിക്കേണ്ടത്. കാരണം നമുക്ക് അത്രയും നന്മ ചെയ്ത ദൈവത്തെ നമ്മൾ സ്തുതിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അതിന് പകരം ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ദൈവത്തെ എനിക്ക് കാണാൻ പറ്റത്തില്ല. ആദം ആയിരുന്ന സമയത്ത് അവന് കാണാൻ പറ്റുന്നു. പാപത്താൽ അവൻ്റെ കണ്ണ് മറയപ്പെടുകയും പിതാവായ ദൈവത്തോടുള്ള സഖ്യത മാറ്റപ്പെടുകയും ആ പിതാവിനെ കാണാൻ പറ്റാത്ത പോലുള്ള രീതിയിൽ ആയിത്തീരുകയും ചെയ്തു. അത് പാപം മൂലമാണ്. എന്നാൽ നമ്മൾ ആ ദൈവത്തെ നമ്മൾ സ്തുതിക്കാതെ ആ ദൈവത്തെ നമ്മൾ അറിഞ്ഞിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഒന്നും വേണ്ട, ഈ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തോ കാണിക്കുന്നത്? ദൈവം ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ദൈവം ഇല്ലെന്ന് കാണിക്കാൻ പറ്റും? ദൈവം നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്ന ദൈവമാണ്. അവൻ ഉണ്ട് എന്ന്. അത് തന്നെ അവർ ഈ സകല സൃഷ്ടിയും നമ്മുടെ വചനത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. സകല സൃഷ്ടിയും എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു, ഞാനുണ്ടെന്ന് നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുത്തുന്നു. ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, ഞാൻ ദൈവമാണെന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് പ്രൂവ് ചെയ്യുന്ന ഞാനാണ്. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഒരു അപ്പനും മക്കളും ഉണ്ടെന്ന്. അപ്പനാണെന്ന് എപ്പോഴാണ് ആ മക്കൾക്ക് മനസ്സിലാവുന്നത്? ഒരു മക്കൾക്ക് അപ്പനാണെന്ന് അപ്പനാണെന്ന് എങ്ങനെയാണ്? ഒന്നാമത് അമ്മ പറഞ്ഞു കൊടുക്കും, ഇത് നിന്റെ അപ്പനാണ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം, അപ്പൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ അവൻ ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാനുള്ള സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതായത് അവനെ ബലപ്പെടുത്തുക, അവന് വേണ്ടിയ ബുദ്ധി പറഞ്ഞു കൊടുക്കുക, അവനെ പഠിപ്പിക്കുക, അവന് വേണ്ടി ആരോഗ്യം കൊടുക്കുക, അവനക്ക് വേണ്ട ആഹാരം കൊടുക്കുക, അവന് വേണ്ട വസ്ത്രം കൊടുക്കുക, അവന് വേണ്ടിയതെല്ലാം കൊടുക്കുക. അതാണ് അപ്പൻ എന്ന് പറയുന്നത്. അല്ലാതെ അടിക്കുകയും കൊല്ലുകയും ചെയ്യുന്നവനല്ല അപ്പൻ. ഒരപ്പൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ദൈവം തന്നെ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളുടെ പിതാവാണ്. പിതാവെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യമുള്ള എല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അന്നേരം ആ പിതാവെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സമ്പൂർണ്ണമായിട്ട്, എന്നിട്ട് ഈ നിങ്ങൾ തന്നെ അപ്പനായിട്ട് നിങ്ങളുടെ മക്കൾ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട്? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്? ഇവിടെ ദൈവം അതേപോലെ തന്നെ നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞാലും ഇല്ലേലും ദൈവം നിങ്ങൾക്ക് വേണ്ടിയതെല്ലാം തരുന്നോ ഇല്ലയോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരുന്നുണ്ടോ ഇല്ലയോ എന്ന്. എല്ലാ കാര്യങ്ങളും തരുന്ന ആ ദൈവത്തെ നമുക്ക് എന്തോ ചെയ്യേണ്ടത്? നമ്മൾ സ്തുതിക്കണം. നമ്മൾ നന്ദി കരയറ്റണം. നന്ദി കടന്നു കഴിഞ്ഞാൽ ഞാൻ ഈ അമേരിക്കക്കാരോ അല്ലെങ്കിൽ യൂറോപ്യൻകാരോ പറഞ്ഞ് അപ്പനെ കാണുമ്പോൾ താങ്ക് യു എല്ലാം പറയുമ്പോൾ താങ്ക് യു മൈ സൺ മൈ ലവ് ഐ ലവ് യു. ഭാര്യയെ കാണുമ്പോൾ ഹണി ഐ ലവ് യു സോ മച്ച്. എൻ്റെ ഭാര്യയെ ഞാൻ തന്നെ അങ്ങ് അധികമായി സ്നേഹിക്കുന്നു. അത് ചെയ്തെന്നറിയാമോ? അവിടുന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വേറെ പെണ്ണിൻ്റെ കൂടെ പോകും. അതാണോ സ്നേഹം? ദൈവം നമുക്ക് വേണ്ടി ഒരു തുണയെ ഉണ്ടാക്കി തന്ന, ദൈവം നമ്മളെ സ്നേഹിച്ച് നമ്മുടെ ആവശ്യങ്ങൾ മുഴുവൻ നടത്തി തന്ന ആ ദൈവത്തെ നിങ്ങൾ എത്രമാത്രം മാനിക്കുന്നുണ്ട്? അതിന് പകരം നിങ്ങൾ ഒരു കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും അല്ലെങ്കിൽ നിങ്ങൾ തടി കൊണ്ടും അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ലോകത്തിലുള്ള ലോകങ്ങൾ കൊണ്ട് ഒരു എന്തെങ്കിലും ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അത് ദൈവമാണെന്ന് പറയുക, അത് ശരിയാ? എന്തെങ്കിലും രൂപം, അത് ഒരു മനുഷ്യൻ്റെ രൂപം, ചിലത് മനുഷ്യൻ്റെ രൂപമാണ്, ചിലത് മൃഗങ്ങളുടെ രൂപമാണ്, ചില പട്ടിയുടെയും പൂച്ചയുടെയും എല്ലാത്തിൻ്റെയും രൂപമാണ്, ആ പശുവിൻ്റെ എല്ലാത്തിൻ്റെ രൂപം. എന്തുവാണ് നിങ്ങൾ പറയുന്നത്?
നിന്റെ അപ്പൻ അതാണെന്നാണോ നീ പറയുന്നത്? നീ ദൈവം എന്ന് പറയുമ്പോൾ നിന്റെ അപ്പനാണ്. നിന്റെ അപ്പൻ എന്ന് പറയുന്നത് ഈ മൃഗങ്ങളാണ് നിന്റെ അപ്പൻ. നിന്നെ സൃഷ്ടിച്ച ദൈവം, ആ ദൈവത്തെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ സൃഷ്ടിക്കാത്ത ദൈവത്തെ അല്ല. അല്ലെങ്കിൽ ആ ദൈവം സൃഷ്ടിച്ച് നിനക്ക് വേണ്ടി, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, നിനക്ക് തുണയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നിന്റെ കൂടെ നടക്കാൻ വേണ്ടി, നിന്നെ കളിക്കാൻ വേണ്ടി നിനക്ക് തന്ന ആ മൃഗങ്ങൾ നിന്റെ ദൈവമാണോ? അത് നിങ്ങൾ അങ്ങനെ ആണെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റ്. അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? നിങ്ങൾ ദൈവത്തെ നിങ്ങൾ മറന്നു കളഞ്ഞു. നിങ്ങളുടെ സ്വന്തം അപ്പനെ മറന്നു കളഞ്ഞു. ആ അപ്പൻ നിങ്ങൾക്ക് ജീവൻ തന്നു, നിങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങളൊക്കെ തന്നു, നിറവേറ്റി നിങ്ങളെ ആ കുഞ്ഞിൽ നിന്നും ഒരു പുഴുവായിരുന്നു നിങ്ങളെ വളർത്തി വലുതാക്കി ഒരു മനുഷ്യനാക്കി തീർന്നു കഴിഞ്ഞപ്പോൾ അപ്പനെ വേണ്ട. അപ്പൻ നീ ആര്? എനിക്ക് നിന്നെ അറിയത്തില്ല. ഞാൻ എൻ്റെ കാല്, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ അതിൻ്റെ അധിപൻ. നീ എപ്പോഴും അവൻ നിന്റെ അപ്പൻ തന്നെ. നീ അവൻ്റെ അപ്പനാവാൻ പറ്റത്തില്ല. നിനക്കാവാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് അപ്പൻ്റെ അപ്പനാവാൻ പറ്റുമോ? നമുക്കാവാൻ പറ്റില്ല. ദൈവം നമ്മളെ ഉണ്ടാക്കിയ ദൈവം നമ്മുടെ അപ്പനാകുമ്പോൾ ദൈവമാണ്. ആ ദൈവം അവൻ നമ്മുടെ സ്വർഗസ്നായ പിതാവാണ്. ആ പിതാവ് തന്നെയായിരിക്കും. ആ സ്വർഗസ്നായ പിതാവ് അപ്പനായിട്ട് നിനക്ക് തീരാൻ പറ്റത്തില്ല. ആ സ്വർഗസ്നായ പിതാവിൻ്റെ പിതാവാൻ നിനക്ക് തീരാൻ പറ്റത്തില്ല. അങ്ങനെ നിങ്ങൾ തീരാൻ വേണ്ടി ശ്രമിക്കുകയെന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് നിങ്ങൾ ചെയ്യുന്ന പാപം. ദൈവം നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ പിതാവ് ചെയ്തിരിക്കുന്ന നന്മകളെ നീ മറന്നു കളഞ്ഞു. അപ്പം മറന്നു കളഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പിതാവായ ദൈവത്തെ നിങ്ങൾ മറന്നിട്ട് ആ ദൈവത്തെ ത്യജിച്ചിട്ട്, അല്ലെങ്കിൽ ആ പിതാവിനെ ത്യജിച്ചിട്ട് നീ ഞങ്ങളുടെ ദൈവമേ അല്ല, അല്ലെങ്കിൽ നീ ഞങ്ങളുടെ പിതാവേ അല്ല, നീ ഞങ്ങൾക്ക് ആവശ്യമേ ഇല്ല, ഞങ്ങൾക്ക് വേറെ ഞങ്ങൾ സൃഷ്ടിച്ച് വേറെ ആൾക്കാരാണെന്നും പറഞ്ഞ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് ശരിയോ തെറ്റോ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഓരോന്നിൻ്റെയും നിങ്ങൾ ഉത്തരം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ഞാൻ നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല, ഞാൻ നിങ്ങളോട് വചനം പറയുകയാണ്. വചനത്തിൽ പറയുന്നത് ദൈവം നമുക്ക് ആവശ്യമുള്ള തന്നു. നമ്മളെ മനുഷ്യൻ ദൈവം ഞാൻ ആദ്യം പറഞ്ഞു, ദൈവം തൻ്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. അവൻ നമ്മുടെ ആവശ്യങ്ങളെ പൂർണ്ണമായിട്ട് തന്നു. അവൻ നമ്മുടെ അപ്പനാണ്. നിങ്ങൾ അവൻ്റെ അപ്പനല്ല. നിങ്ങൾ അവൻ്റെ അപ്പനാവാൻ പറ്റുകയില്ല. അപ്പനെ കൊടുക്കേണ്ട നന്ദി, ബഹുമാനം, സമ്മാനം നീ കൊടുക്കുന്നോ ഇല്ലയോ? നിന്റെ അപ്പന് കൊടുക്കേണ്ട ബഹുമാനം നീ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതുന്നത്, ഞാൻ നിന്റെ അപ്പനാണെങ്കിൽ എൻ്റെ ബഹുമാനം എവിടെ? ഞാൻ നിന്റെ ദൈവമാണെങ്കിൽ എനിക്ക് എൻ്റെ മഹത്വം എവിടെ? ദൈവമാണെന്നുണ്ടെങ്കിൽ നിനക്ക് അവന് മഹത്വം കൊടുക്കാത്ത എന്താണ്? നീ അവനെ സ്തുതിക്കാത്ത എന്താണ്? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും പറയുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ വചനത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ പറയുന്ന അല്ല ഇത്. ദൈവം നമ്മളെ സ്നേഹിച്ചു, അവനെ പോലെ ഉണ്ടാക്കി. നമ്മൾ അവൻ്റെ ഹിതപ്രകാരം ജീവിക്കാൻ വേണ്ടിയാണ് ആ അപ്പനെ കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത്, അവനെ സ്തുതിയും സ്തോത്രവും കൊടുത്ത് അവനെ വന്ദിക്കുമ്പോൾ ആ പിതാവിനുണ്ടാകുന്ന സന്തോഷം എത്ര വലുതാണെന്നറിയാമോ? ഒരു ഉദാഹരണമായിട്ട് നിനക്കൊരു ജോലി കിട്ടി. ജോലി കിട്ടിയപ്പോൾ ആ ശമ്പളം കിട്ടിയ ആദ്യ ശമ്പളം നീ അപ്പൻ്റെ കയ്യിൽ കൊടുത്ത് നോക്കിക്കേ. അപ്പനെ എത്രമാത്രം സന്തോഷം. ആ അപ്പൻ പൈസ എടുക്കുമോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. ആ അപ്പന് സന്തോഷം. എൻ്റെ മകനെ ഞാൻ ഇത്രയും വളർത്തിയപ്പോൾ അവൻ്റെ സമ്പാദ്യം എൻ്റെ കൈ കൊണ്ടുവന്നു. അതാണ് നന്മ, അല്ലെങ്കിൽ നന്ദി എന്ന് പറയുന്നത്. ആ നന്ദി നിങ്ങൾക്കുണ്ടോ? ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിട്ട് നിങ്ങൾ ദൈവത്തോട് നന്ദി കരയറ്റുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തിന് നന്ദി കരയറ്റാതെ നിങ്ങൾക്ക് തോന്നിയ പോലാണോ ജീവിക്കുന്നത്? നിങ്ങൾ തന്നെ ചിന്തിച്ചോ. ഈ കാര്യം നിങ്ങളോട് പറഞ്ഞത് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയാണ്. നിങ്ങൾ നരകത്തിലേക്ക് പോവുകയാണ്. സ്വർഗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു വരവ് ഞങ്ങൾക്ക് ആവശ്യമാണ്. ദൈവനാമം മഹത്വപ്രകാരം എൻ്റെ സമയം ഇവിടെ തീർന്നു. നമുക്ക് അടുത്ത ആഴ്ച കാണുന്ന ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാണ്.